നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡ് രഹസ്യമായി കണ്ട സംഭവത്തിൽ വഴിത്തിരിവ്. മെമ്മറി കാർഡ് അവസാനമായി ഉപയോഗിച്ച വിവോ ഫോണിലാണെന്ന് ഫോറൻസിക് സംഘം കണ്ടെത്തി. ഇതിന്റെ ഉടമയെ കണ്ടെത്താനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. വിചാരണ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ 3 തവണയാണ് മെമ്മറി കാർഡ് തുറന്നത്. കോടതി നിർദ്ദേശപ്രകാരം പ്രതിഭാഗം വക്കീലിനെ ദൃശ്യം കാണിച്ചിരുന്നു. നടിയുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നതിനാൽ അതീവ സുരക്ഷിതമായാണ് ഇത് സൂക്ഷിച്ചിരുന്നത്. എന്നാൽ 2018 ജനുവരിയിൽ രാത്രി മെമ്മറി കാർഡ് തുറക്കുകയും ഇതിന്റെ ഹാഷ് വാല്യൂ മാറിയതായും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടി കോടതിയെ സമീപിച്ചത്. തുടർന്നാണ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത്. ഈ ഫോൺ ആരുടേതാണെന്നും ആരാണ് അതിൽ മെമ്മറി കാർഡ് ഇട്ടതെന്നുമാണ് പ്രധാനമായും ജില്ലാ സെഷൻസ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കുക. ഇതിന് പോലീസ് അടക്കമുള്ള ഏജൻസികളുടെ സഹായം തേടാമെന്ന് ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. 3ാം തവണ മെമ്മറി കാർഡ് തുറന്നത് സുപ്രീം കോടതി വിധിയുടെ ലംഘനം കൂടിയാണെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മെമ്മറി കാർഡ് പരിശോധിക്കേണ്ടി വരുമ്പോൾ അതിലെ ഉള്ളടക്കം പകർത്താൻ സാധിക്കുന്ന മൊബൈൽ ഫോൺ അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൊണ്ടുപോകരുതെന്നാണ് ഉത്തരവ്. ഇതിന്റെ ലംഘനം നീതി നിഷേധമാണെന്നും നീതിപൂർവ വിചാരണയ്ക്ക് തടസ്സമുണ്ടാകുന്നതാണെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നു. 2018 ജനുവരി 9 ഡിസംബർ 13 ആദ്യം ഹാഷ് വാല്യൂ മാറിയതെന്നും പിന്നീട് 2021 ജൂലൈയിലും ഹാഷ് വാല്യൂ മാറിയതായും ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ കണ്ടെത്തിയിരുന്നു. മെമ്മറി കാർഡിലെ വിവരങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ടെന്ന് സർക്കാരും കോടതിയെ അറിയിച്ചിരുന്നു. അതിജീവിതയുടെ ഹർജിക്കെതിരെ കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപ് കോടതിയിൽ നിലപാട് സ്വീകരിച്ചിരുന്നു. വിചാരണ നീട്ടിക്കൊണ്ടുപോകാനാണ് നടിയുടെ ശ്രമമെന്നും ഹർജി തള്ളണമെന്നും ദിലീപ് ആവശ്യപ്പെട്ടിരുന്നു. നടിയെ ആക്രമിച്ചതിന്റെ 8 വീഡിയോ ഫയലാണ് മെമ്മറി കാർഡിൽ ഉണ്ടായിരുന്നത്. ഇത് കോപ്പി ചെയ്യാൻ സാധാരണഗതിയിൽ 2 മിനിറ്റ് പോലും വേണ്ട. എന്നാൽ 35 മിനിറ്റോളമാണ് മെമ്മറി കാർഡ് വിവോ ഫോണിൽ ഉണ്ടായിരുന്നതെന്ന് ഫോറൻസിക് സംഘം കണ്ടെത്തി. 2018 ജനുവരി 9 കാർഡ് ആദ്യം തുറന്നത്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള കമ്പ്യൂട്ടറുമായി കാർഡ് ബന്ധിപ്പിച്ചപ്പോൾ 2 പുതിയ ഫയലുകൾ സൃഷ്ടിക്കപ്പെട്ടു. 2018 ഡിസംബർ 13 രണ്ടാമത് തുറന്നത്. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള ഇലക്ട്രോണിക് ഉപകരണത്തിൽ കാർഡ് ഉപയോഗിച്ചപ്പോൾ 3 പുതിയ ഫയലുകൾ സൃഷ്ടിക്കപ്പെട്ടു. മൂന്നാമത് തുറന്നത് 2021 ജൂലൈ 19 പകൽ 12:19 12:54 ഇടയിലാണ്. വിവോ ഫോണിൽ കാർഡ് ഇട്ടപ്പോൾ 34 ഫയലുകളോ ഫോൾഡറുകളോ സൃഷ്ടിക്കപ്പെട്ടു. ദൃശ്യങ്ങൾ ഉണ്ടായിരുന്ന യഥാർത്ഥ മെമ്മറി കാർഡ് കണ്ടെത്താൻ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇത് ഒളിപ്പിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തതായാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. ഇപ്പോൾ വിചാരണ കോടതിയിലുള്ളത് 1ാം പ്രതി പൾസർ സുനി ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡാണ്. സുനി കോടതിയിൽ കീഴടങ്ങുന്നതിന് മുൻപ് അഭിഭാഷകന് നൽകിയതാണിത്. അന്വേഷണത്തിൽ ആരെങ്കിലും കുറ്റം ചെയ്തെന്ന് കണ്ടെത്തിയാൽ ക്രിമിനൽ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കാമെന്നും ഹൈക്കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അന്വേഷണം നടത്തണമെന്ന അതിജീവിതയുടെ ആവശ്യം വിചാരണ കോടതി തള്ളിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത്. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ നിയമവിരുദ്ധമായി പരിശോധിക്കപ്പെട്ട സംഭവത്തിൽ കോടതി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. കോടതിയുടെ കൈവശമുണ്ടായിരുന്ന മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധന നടത്തിയെന്ന കാര്യം ഫോറൻസിക് ഫലത്തിലൂടെ തെളിഞ്ഞിരുന്നു. ഇതിന് തെളിവ് ഉണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടും ഇതിനെ സാധൂകരിക്കുന്നതാണ്. വിവോ ഫോണിന്റെ ഉടമ ആരെന്ന് കണ്ടെത്തിയാൽ കേസിൽ വഴിത്തിരിവാകും. കോടതി ജീവനക്കാരാണോ അതോ പുറത്തുള്ളവരാണോ എന്നതായിരിക്കും പോലീസ് അന്വേഷിക്കുക. ടവർ ലൊക്കേഷൻ, IMEI നമ്പർ എന്നിവ കേന്ദ്രീകരിച്ചെല്ലാം പോലീസ് അന്വേഷണം നടത്തിയേക്കും. അതേസമയം ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി ഈ മാസം 18 ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ഹർജിയിൽ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മുൻപും ഇത് ഉന്നയിച്ചതാണെന്നും കോടതി തള്ളിക്കളഞ്ഞതാണെന്നും ദിലീപ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിലാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഫോറൻസിക് ലാബ് ജോയിന്റ് ഡയറക്ടർ എന്നിവരെയാണ് ഇനി വിസ്തരിക്കാനുള്ളത്. ഇവരെ സ്വാധീനിക്കാൻ തനിക്ക് കഴിയില്ലെന്ന് പ്രോസിക്യൂഷന് അറിയാമെന്നും വിചാരണ നീട്ടിക്കൊണ്ടുപോയി മാധ്യമ വിചാരണ നടത്താനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. 80 പേരുടെ സാക്ഷിവിസ്താരം പൂർത്തിയായപ്പോൾ തനിക്കും വിചാരണ കോടതി ജഡ്ജിക്കുമെതിരെ പ്രോസിക്യൂഷനും യുവനടിയും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കോടതി മാറ്റം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയിരുന്നുവെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. എന്നാൽ മെമ്മറി കാർഡ് അനധികൃതമായി തുറന്ന സംഭവത്തിൽ പ്രതിഭാഗത്തിന് പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ സാധ്യതയുണ്ട്.
അങ്ങനെയെങ്കിൽ പ്രോസിക്യൂഷന് വലിയ വിജയമായിരിക്കും. കേസിൽ 8ാം പ്രതിയായ ദിലീപ് 85 ദിവസം ജയിലിൽ കിടന്നിരുന്നു. കേസിന്റെ ഗൂഢാലോചനയിൽ ദിലീപിന് പങ്കുണ്ടെന്നതിനെ തുടർന്നാണ് പോലീസ് ദിലീപിനെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് ചെയ്തത്. മലയാള സിനിമയിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു ഇത്. സിനിമയിലെ ഭൂരിപക്ഷം താരങ്ങളും സാങ്കേതിക വിദഗ്ധരും ദിലീപിനൊപ്പമാണ് നിന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.